നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൽ ബാക്കിയായിട്ടുള്ളതാണ്. അതായത് ഡയറക്ഷൻ, ദിശയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. എ എന്ന സ്ഥലത്തു നിന്നും അജി ആദ്യം കിഴക്കോട്ട് 1 കിലോമീറ്ററും പിന്നീട് വടക്കോട്ട് 1/2 കിലോമീറ്ററും അതിനുശേഷം പടിഞ്ഞാറോട്ട് 1 കിലോമീറ്ററും അവസാനം തെക്ക് ഭാഗത്തേക്ക് 1/2 കിലോമീറ്ററും സഞ്ചരിച്ചാൽ അജി ഇപ്പോൾ എയിൽ നിന്നും എന്തകലത്തിലാണ്? ഇതുപോലെയുള്ള ചോദ്യങ്ങൾ PSC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. കേട്ടോ, ആദ്യമായിട്ട് നിങ്ങൾ ഈ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ ഇങ്ങനെ ഒരു റഫായിട്ട് ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കുക. കാരണം നോക്കിയേ, ഇവിടെ നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇങ്ങനെയൊന്ന് വരച്ചിരുന്നത് നന്നായിരിക്കും. അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിയേ, എ എന്ന സ്ഥലത്ത് നിന്നും അജി ആദ്യം കിഴക്കോട്ട് 1 കിലോമീറ്ററും, അപ്പോൾ ഇവിടെ ആയിട്ട് എ എന്ന സ്ഥലം നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഇതാണ് എ എന്ന സ്ഥലം. അവിടെ നിന്നും അജി ആദ്യം കിഴക്കോട്ട് 1 കിലോമീറ്റർ, കിഴക്കോട്ട് 1 കിലോമീറ്റർ. കിഴക്കേതാണ്? ഇവിടെയാണ് നമ്മൾ ഈ എ എന്ന് അടയാളപ്പെടുത്തിയെന്ന് വെച്ചു. ഇത് ഇവിടുന്ന് കിഴക്കോ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ വേണ്ടേ? അപ്പോൾ കിഴക്കോട്ട് 1 കിലോമീറ്റർ ഇങ്ങനെ നോക്കുക. ഉണ്ടോ? അത് എത്രയാണ്? 1 കിലോമീറ്റർ ആണ്. കിഴക്കോട്ട് 1 കിലോമീറ്റർ. പിന്നീട് വടക്കോട്ട് 1/2 കിലോമീറ്റർ. വടക്കേതാണ്? ഇവിടെ ഒരു പോയിട്ട് വടക്ക് ഇതല്ലേ, അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ 1/2 കിലോമീറ്റർ. അപ്പോൾ ഇത് 1 കിലോമീറ്റർ ആണ്. അതിൻ്റെ പകുതിയോളം ഇത്രയും വരും അല്ലേ? അത് 1/2 കിലോമീറ്റർ വരും. 1/2 കിലോമീറ്റർ വടക്കോട്ട്. അതിനുശേഷം പടിഞ്ഞാറോട്ട് 1 കിലോമീറ്റർ. പടിഞ്ഞാറ് ഏതാ? ഇതല്ലേ. അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് പടിഞ്ഞാറോട്ട് വന്നിട്ട് ഇങ്ങോട്ട് എത്രയാണ്? 1 കിലോമീറ്റർ. അപ്പോൾ ഈ ദൂരം തന്നെ ആയിരിക്കും ഇങ്ങോട്ട് ഇവിടുന്ന് അല്ലേ? 1 കിലോമീറ്റർ പടിഞ്ഞാറോട്ട്. അപ്പോൾ ഇവിടം വരെ വന്നു. ഇത് 1 കിലോമീറ്റർ അല്ലേ? ഒരു പടിഞ്ഞാറോട്ട്. അവസാനം തെക്ക് ഭാഗത്തേക്ക് 1/2 കിലോമീറ്റർ. തെക്ക് ഭാഗം ഏതാ? ഇതല്ലേ, ഈ ഡയറക്ഷൻ. ഇവിടെ വന്നത് ഇങ്ങനെ അല്ലേ? അപ്പോൾ 1/2 കിലോമീറ്റർ. ഈ ദൂരം തന്നെയായിരിക്കും ഇവിടെ. 1/2 കിലോമീറ്റർ ഇങ്ങോട്ട്. ഇത് 1/2 കിലോമീറ്റർ. 1/2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അജി ഇപ്പോൾ എയിൽ നിന്നും എന്ത് അകലത്തിലാണ്? 3 കിലോമീറ്റർ, 0 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 2 കിലോമീറ്റർ. ഏതാണ് നമുക്ക് കിട്ടിയത്? എ എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ തുടങ്ങിയത്? ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി തിരിച്ച് ഇവിടെ തന്നെ വന്നു, എയിൽ തന്നെ വന്നു. അപ്പോൾ ഇതിൽ ഏതാ ശരി? 3 കിലോമീറ്ററോ? എന്താ ചോദ്യം? അജി ഇപ്പോൾ എയിൽ നിന്നും എന്ത് അകലത്തിലാണ്? ഇതല്ലേ. തിരിച്ചിങ്ങനെ നടന്ന് എയിൽ തന്നെ എത്തി. അപ്പൊ പിന്നെ ദൂരത്തിലുണ്ടോ? അല്ല, ആ എയിൽ തന്നെ തിരിച്ചെത്തിയപ്പോൾ എത്രയാണ്? 0 ആണ് ആൻസർ. അജി ഇപ്പോൾ എയിൽ നിന്നും 0 കിലോമീറ്റർ എന്ന് വെച്ചാൽ അവിടെ തന്നെയാണ് തിരിച്ചെത്തിയത്. അതുകൊണ്ട് നമുക്ക് ഉത്തരം എത്ര കിട്ടും? 0 കിലോമീറ്റർ എന്നുള്ളതാണ് ഉത്തരം. ശരിയായിട്ടുള്ളത് 3 കിലോമീറ്ററോ 1.5 2 അല്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ ഡയറക്ഷൻ ഇങ്ങനെ ഒന്ന് വരച്ചിരുക. എന്നിട്ട് നമ്മൾ ഇത് നോക്കി ഇങ്ങനെ ഒന്ന് വരച്ചാൽ നമുക്ക് സ്പീഡ് ചെയ്ത് പഠിക്കണത്. ഇതുകൊണ്ട് കുറച്ച് കണക്കുകൾ നമുക്ക് ഇന്നും അടുത്ത ക്ലാസ്സിലൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതാണ് എയിൽ നിന്നും 0 കിലോമീറ്റർ അകലെയാണ് അജി ഇപ്പോൾ നിൽക്കുന്നതെന്ന് നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.